നമ്മൾ 750 രൂപയുടെ വൈഫൈ ക്യാമറ, ബൾബ് ക്യാമറയുടെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ആദ്യമായിട്ട് നമുക്കിത് വൈഫൈ നിർബന്ധമാണോ എന്നുള്ളത്, വൈഫൈയോ നെറ്റോ ഇല്ലാതെ ഇത് വർക്ക് ചെയ്യുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതത് വൈഫൈയോ നെറ്റോ ഇല്ലാതെ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യിക്കാം. എല്ലാ ട്യൂട്ടോറിയലും ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ ഇത് വളരെ സിമ്പിളാണ്, ആർക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്യാം, സ്വന്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ജസ്റ്റ് ബൾബ് ഹോൾഡർ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്, ത്രെഡ് ടൈപ്പ് ആണ് വരുന്നത്. ഹോൾഡർ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്, റീസെറ്റ് ബട്ടൺ ഉണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഗ്രൂപ്പ് വഴിയാണ് കൊടുക്കുന്നത്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്കാണ് ഈ പ്രോഡക്റ്റുകൾ കൊടുക്കുന്നത്. ഒരുമിച്ച് കൊടുക്കുന്നില്ല. എല്ലാവർക്കും ഒരുപാട് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, ഇന്ന് ഓർഡർ ചെയ്ത് ഇങ്ങനെ നാളെ കിട്ടും, അങ്ങനെയുള്ളതല്ല. നമുക്ക് ഒരുപാട് വർക്കുകൾ വരുന്നതാണ്. ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ CCTV ക്യാമറയുടെ മാനുഫാക്ചറിങ് ഉണ്ട്, ഇലക്ട്രോണിക്സ് പ്രോഡക്ട്സുകളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്പിംഗ് ഉണ്ട്, അങ്ങനെ പറഞ്ഞ് ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. അതുപോലെ തന്നെ വെഹിക്കിൾ ക്യാമറകൾ, ഇപ്പം MVD ഒക്കെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്യാമറകൾ, ബസ്സുകളിലും ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ വെക്കുന്ന ക്യാമറകൾ, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ബൾക്ക് എൻക്വയറി ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് അതിനു വേണ്ടി മാത്രം സ്റ്റാഫിനെ വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ള ഒരു ഡിലേ ആയിരുന്നു നിങ്ങൾക്ക് കിട്ടാൻ താമസിച്ചത്. അപ്പോൾ ഓരോ ബാച്ചായിട്ടാണ്. ഇപ്പോഴും ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കിട്ടിയിട്ടില്ല എന്നറിയാം. ഇനി അടുത്തത് ഇന്ന് തന്നെ അനൗൺസ് ചെയ്യുന്നതാണ്. ഇന്ന് അനൗൺസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്തിട്ട് ഒരു 2 ദിവസം വെയിറ്റ് ചെയ്താലും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടും. പിന്നെ നല്ല ഫീഡ്ബാക്ക് കാര്യങ്ങൾ, നമ്മൾ വാറണ്ടിയോട് കൂടിയിട്ട് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഈ ഓഫറിൽ വാറണ്ടി കൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് വാറണ്ടി വേണമെങ്കിൽ അഡീഷണൽ AMC ചെയ്താൽ മതി, വാറണ്ടിയും കിട്ടും. ഈ ഓഫറിന് കൊടുക്കുന്നത് വാറണ്ടി കൊടുക്കുന്നില്ല. പിന്നെ എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഡിലേ ഉള്ളത്. എല്ലാം ചെക്ക് ചെയ്തിട്ട് ഓരോന്നും നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് കംപ്ലൈൻറ്റുകൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 6 എണ്ണം, ഇപ്പോൾ 600 എണ്ണം നമുക്ക് ഫസ്റ്റ് ബാച്ച് ഡെലിവറി ചെയ്തതിൽ 6 എണ്ണം റിട്ടേൺ വന്ന് അവർക്ക് ഈ മെയിനായിട്ട് മൊബൈൽ ആപ്പിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ അതൊരു കംപ്ലൈൻ്റ് അല്ല. ആ റിട്ടേൺ വന്നതും ഞങ്ങളത് കറക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് വേറെ ഒന്നുമില്ല, കംപ്ലൈൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ളൊരു വിഷമം കൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് A to Z ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെ എടുത്ത് കൊടുക്കുക. അല്ലാതെ ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങളൊരു ടെക്നീഷ്യനെ വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. നല്ല അഭിപ്രായങ്ങൾ വന്ന് ഇനിയും വേണമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തതിൻ്റെ ശേഷം നിങ്ങൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത് ഓർഡർ ചെയ്യുന്നവർ നമ്മൾ ഗ്രൂപ്പിൽ രണ്ടാമത് ഓർഡർ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. പ്രൊഡക്റ്റുകൾ നമുക്ക് പാക്ക് ചെയ്യാനും അയക്കാനും ഉള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് മാത്രമാണ് ചെറിയൊരു ഡിലേ വെച്ചിട്ട് പേയ്മെൻറ്റ് വാങ്ങുന്നതും പേയ്മെൻറ്റ് ചെയ്യുന്നതും. നമ്മളെ ബാക്കിയുള്ള ആക്ടിവിറ്റികളൊക്കെ തടസ്സപ്പെടാൻ പാടില്ല. ഒരു ദിവസം 400-500 വാട്സപ്പ് മെസ്സേജുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെയുള്ള ഒരു ഡിലേ ആണ്. അപ്പോൾ അത് ചെയ്യുമ്പം ഇത് പെൻഡിങ് ആവും. അപ്പോൾ എല്ലാം കൂടി ഇട്ട് കഴിയുകയാണെങ്കിൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. ആൾക്കാർക്ക് സമയത്ത് പ്രൊഡക്റ്റ് കിട്ടാതെ വരും. കിട്ടിയ പ്രൊഡക്റ്റ് എങ്ങനെ അത് ഉപയോഗിക്കണം എന്നുള്ള ക്ലാരിറ്റി ഇല്ലാതെ വരും. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് വഴിയൊക്കെ സെയിലാക്കിയത്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് നന്ദി. നിങ്ങൾക്ക് ഇനി കിട്ടാത്തവരോട് ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ അടുത്ത പേയ്മെൻറ്റ് ഇടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഗ്രൂപ്പിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് ഇതിൻ്റെ ട്രാക്കിംഗ് നമ്പർ ഇതൊക്കെ അയക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത് 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടും. കിട്ടിയില്ലെങ്കിൽ ആ ഒരു ചാറ്റ് ചെയ്ത നമ്പറിലേക്ക് തന്നെ, നിങ്ങൾ അഡ്മിൻ്റെ നമ്പറിലേക്ക് തന്നെ റീപ്ലൈ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ മെസ്സേജ് നിങ്ങൾ GPay അയച്ച സ്ക്രീൻഷോട്ടും അഡ്രസ്സും അഡ്മിൻ വ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടേത് പാക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. വ്യൂ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഓപ്പൺ ചെയ്യൂ. അപ്പം നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ പേയ്മെൻറ്റ് അയച്ചിട്ട് നാളെ ആയിരിക്കും അത് വ്യൂ ചെയ്യുന്നത്. കാരണം അത്രയും ഉണ്ടാവും. അപ്പോൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും നമ്മൾ വ്യൂ ചെയ്യുക. അപ്പോൾ ആ വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് സ്റ്റാറ്റസ്, അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റ് പാക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. അപ്പം ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം, മൊബൈൽ ഫോണിൽ എങ്ങനെ കണക്ട് ചെയ്യാം,
അതുപോലെ തന്നെ നിങ്ങൾ ഓരോ പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന വീഡിയോ ആണ് ഇതിലുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുക. ഈ വീഡിയോയിൽ മൊത്തമായിട്ട് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്നുണ്ടാകും. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. പുറത്തുനിന്നൊക്കെ ഇപ്പം പല ആൾക്കാരും ബൾബ് ക്യാമറ ഒക്കെ വാങ്ങിയിട്ട് ഓഫീസിലൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. അപ്പം നമ്മൾ അതിന് ഒരു സർവീസ് ചാർജ് വാങ്ങുന്നുണ്ട് കോൺഫിഗർ ചെയ്ത് കൊടുക്കാൻ. അപ്പം നിങ്ങൾ പരമാവധി ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. അല്ലാത്ത എങ്ങനെയും ബുദ്ധിമുട്ടുള്ളവർ മാത്രം ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്ത് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്ത് അയക്കാം. അതൊരു ഫീ ഉണ്ടാവും, ഒരു ചെറിയൊരു പൈസ ഉണ്ടാവും കോൺഫിഗർ ചെയ്ത് അയച്ചു തരുന്നതിന്. പക്ഷേ അത് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് ഇത് തന്നെ ചെയ്യുന്ന നല്ലത്. പിന്നെയും നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യണമെങ്കിലോ പിന്നെയും ഇതിനെന്തെങ്കിലും ചെയ്യണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മളെ ബിസി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഓഫർ ഇട്ടതിൻ്റെ ഒരു ബിസി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. അപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകളുടെ ഓഫറുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇത് കിട്ടാത്തവരൊന്നും വിഷമിക്കണമെന്നില്ല. ഇത് നിങ്ങളെ ഗ്രൂപ്പ് തുടർന്നാൽ മതി. ഈ ഘട്ടത്തിൽ, ഈ ഒരു നെക്സ്റ്റ് ഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊഡക്റ്റ് കിട്ടും. പിന്നെ ആവശ്യമില്ലാത്തവർ പിന്നെയും വേണം, അല്ലെങ്കിൽ പിന്നെ വേണ്ടാത്തവരൊക്കെ വേണമെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് അടിച്ചോളൂ. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയ ഗ്രൂപ്പാണത്. ആ 750 ബൾബ് ക്യാമറ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് മറ്റേ മെയിൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് നിന്നോളൂ. നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലിടും. പിന്നെ അതുമല്ല, നമ്മളെ പേജ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിലെന്തായാലും എല്ലാം അതിലാണ് വരിക. അപ്പോൾ വരുമ്പോൾ അത് നോക്കിയാലും നിങ്ങൾക്ക് പ്രൊഡക്റ്റുകളുടെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, എന്നാൽ ബൈ. ഇപ്പോൾ നമുക്ക് ആകെ വരുന്നത് ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് വരിക. ഇങ്ങനെ പ്രൊഡക്റ്റ് വരുമ്പോൾ നമുക്കതിൻ്റെ എങ്ങനെയാണ് വരുന്നത്, ഈ ഒരു പ്രൊഡക്റ്റിൽ ഇങ്ങനെ വരിക. ഇതിന് ഇവിടെ ഒരു QR കോഡ് ഉണ്ടാവും. അപ്പോൾ ഇത് ത്രെഡായിട്ടുള്ള ബൾബ് ഹോൾഡറിലാണ് കണക്ട് ചെയ്യാൻ പറ്റുക. ബൾബ് ഹോൾഡറും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൽ കണക്ട് ചെയ്യുക. അത് കണക്ട് ചെയ്തിട്ട് പവർ കൊടുക്കുക. ജസ്റ്റ് ഇവിടെ ഇത് കൊടുത്താൽ മതി, വേറൊന്നുമില്ല. ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഡ്രില്ല് ചെയ്യണമെങ്കിൽ ഡ്രില്ലിംഗ് ബിറ്റും അതുപോലെ തന്നെ സ്ക്രൂസും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ട് ചെയ്യുക. ആദ്യം തന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കണക്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ പവർ കൊടുത്തതാണ്. കണക്ട് ചെയ്തു, ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ തന്നെ ക്യാമറ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് റൊട്ടേറ്റ് ചെയ്യും. Bluetooth is ready. Please scan the QR code on the camera and wait for the connection. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറ ഓക്കെയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ എടുക്കുക എന്നുള്ളതാണ്. മൊബൈൽ ഫോൺ എടുക്കുക. മൊബൈൽ ഫോൺ എടുത്തിട്ട് ഗൂഗിൾ പ്ലേയിൽ പോയിട്ട് V380 Pro എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്യുക. ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, അതുകൊണ്ട് ഓപ്പൺ എന്ന് കാണിക്കുന്നത്. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളിതിൽ ക്യാമറ ആഡ് ചെയ്തതെല്ലാം വരും. എത്ര ക്യാമറ വേണമെങ്കിലും ആഡ് ചെയ്യാം. നമുക്ക് ഒരു ബൾബ് ക്യാമറ അല്ല, വേറെ ബൾബ് ക്യാമറയോ വേറെ എന്തെങ്കിലും V380 Proയുടെ ആപ്പോ ക്യാമറയൊക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇതിൽ ആഡ് ചെയ്യണത് സിമ്പിളായിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതാണ്. ഞാൻ അതിൻ്റെ മുന്നേ ഇതൊന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഇതെങ്ങനെ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ കണക്റ്റ് ആവാതിരിക്കുക എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കിതുപോലെ പിന്നെടുത്തിട്ട് റീസെറ്റ് ചെയ്യാം. റീസെറ്റ് ചെയ്യാൻ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഇത് പിടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. റീസെറ്റ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. ക്യാമറ റീസ്റ്റാർട്ട് ആവുകയും ചെയ്യും. അങ്ങനെയാണ് റീസെറ്റ് ചെയ്യേണ്ടത്. റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഡിവൈസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മൊബൈൽ ആപ്പിൽ നിന്നും എന്ത് ചെയ്യണം, ആ ഡിവൈസ് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ക്യാമറ റെഡിയാണ്. നമുക്കിനി ആഡ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാനുള്ളത്. ആഡ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ V380 Pro എടുക്കുക. അതിലേക്ക് അത് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആഡുകൾ വരും. അത് സ്കിപ്പ് ചെയ്യുക. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ ലോഡായി കഴിഞ്ഞാൽ എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് വിൻഡോ ഉണ്ടാവുക. ഈ ലോഗിന് ഇങ്ങനെയാണ് ഉണ്ടാവുക. ലോഗിന് രജിസ്റ്റർ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇങ്ങനെ ഉണ്ടാവും. അപ്പം അതിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോഗിൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി മെയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോഗിൻ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ എന്തായാലും ആദ്യമായിട്ടാണെങ്കിൽ രജിസ്റ്റർ ചെയ്യണം.
രജിസ്റ്റർ ചെയ്യാൻ 2-3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഫേസ്ബുക്ക് വഴി രജിസ്റ്റർ ചെയ്യാം, ഗൂഗിൾ വഴി രജിസ്റ്റർ ചെയ്യാം, ഗൂഗിൾ മെയിൽ ID വഴി രജിസ്റ്റർ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഇമെയിൽ ID മാനുവലായിട്ടും രജിസ്റ്റർ ചെയ്യാം. മാനുവലായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ രജിസ്റ്റർ അടിക്കുക, ഇവിടെ പോയിട്ട് ഏഷ്യ സെലക്ട് ചെയ്യുക, കൺഫേം അടിക്കുക, എന്നിട്ട് ഇവിടെ ഇമെയിൽ ID അടിച്ചു കൊടുക്കുക. ഇമെയിൽ ID അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇമെയിൽ ID ഓൾറെഡി എക്സിസ്റ്റ്, ഇല്ലെങ്കിൽ ഇതിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ അടിച്ചു കൊടുക്കുക, അതോടെ രജിസ്റ്ററായി. അപ്പോൾ അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഗൂഗിൾ ഉണ്ട്. ഗൂഗിൾ വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഗൂഗിൾ വഴി രജിസ്റ്റർ ചെയ്യാം. ഗൂഗിൾ വഴി രജിസ്റ്റർ ചെയ്യുമ്പം ഇത് ഓൾറെഡി ആപ്പിലേക്ക് കയറി. അപ്പോൾ ആപ്പിലേക്ക് കയറി കഴിയുമ്പോൾ ഇവിടെ കാണിക്കും നിയർ ബൈ ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ആഡ് ചെയ്യാം. ഇങ്ങനെ തന്നെ നിയർ ബൈ ഡിവൈസസ് കാണിക്കും. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ പിന്നെ സെറ്റിങ്സ്, അതായത് വൈഫൈൻ്റെ സെറ്റിങ്സ് നോക്കിയിട്ട് നമ്മളവിടെ അവൈലബിൾ ആയിട്ട് നമ്മൾ ഓൾറെഡി വൈഫൈയിൽ കണക്ട് ചെയ്യണം. ഇവിടെയുള്ള വൈഫൈയിൽ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആ വൈഫൈൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് കൺഫേം അടിച്ചാൽ അത് സെറ്റായി. അതായത് ഒന്ന് അങ്ങനെ സെറ്റ് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, ഈ മൂലയ്ക്ക് ഉണ്ടാകുന്ന ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ആഡ് ക്യാമറ അടിക്കുക. ആഡ് ക്യാമറ അടിക്കുമ്പോൾ QR കോഡ് കാണും. ഇവിടെ ഉണ്ട് ഓൾറെഡി, ഇതാ ഇവിടെ കാണിക്കും നിയർ ബൈ ഡിവൈസ്. അത് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി QR കോഡ് വഴിയുള്ളത് ഞാൻ കാണിച്ചു തരാം. QR കോഡ് ചെയ്യുമ്പോൾ ഈ ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിന് QR കോഡ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ കാണിച്ചു കൊടുക്കുമ്പോൾ QR കോഡ് വന്നു. ഇതിന് മുന്നേ ആയിട്ട് വേറെ ഇത് സെറ്റിങ്സിൽ പെർമിഷൻ ചോദിക്കും. അപ്പോൾ എല്ലാം എനേബിൾ ചെയ്യണം. കാരണം ഈ ഫോണിൽ ഓൾറെഡി പെർമിഷനൊക്കെ എല്ലാം എനേബിൾ ആയതുകൊണ്ടാണ് അങ്ങനെ പെർമിഷൻ ചോദിക്കാത്തത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വൈഫൈ ചോദിക്കുന്നതിൻ്റെ മുന്നേ, ഇത് വൈഫൈ ആണ്, നമ്മൾ വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വൈഫൈ കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പാസ്വേഡ് അടിച്ചതാണ്. പാസ്വേഡ് അടിക്കുക, എന്നിട്ട് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്യുമ്പോൾ കണക്റ്റിംഗ് ടു ദ ഡിവൈസ് എന്ന് കാണിക്കും. അപ്പോൾ ഇതിൽ നിന്ന് റിസീവ് കോൺഫിഗറേഷൻ ഇൻഫർമേഷൻ എന്നുള്ള മെസ്സേജ് വരും, കണക്റ്റിംഗ് എന്ന് വരും, നെറ്റ്വർക്ക് കണക്റ്റഡ് അങ്ങനെ വരും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാമറ റെഡി എന്ന് പറഞ്ഞ മെസ്സേജ് വരും. ഇതിൽ ശ്രദ്ധിക്കേണ്ട സമയം, ഇതിൽ ചില ആൾക്കാർക്ക് കിട്ടാറില്ല. കിട്ടാത്തതിൻ്റെ കാരണം നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണ്. ആ നെറ്റ്വർക്ക് 2.4 GHz നോർമലി നമുക്ക് സ്ട്രെങ്ത് കൂടുതൽ ഉണ്ടാവുക 2.4 ആണ്. 5G എന്ന് പറയുമ്പോൾ സ്പീഡ് ഉണ്ടാവും, പക്ഷേ കൂടുതൽ ഏരിയ കിട്ടില്ല. അപ്പോൾ 2.4 എന്നുള്ളത് നോക്കുക, എന്നിട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അടിച്ച ഏതെങ്കിലും യൂസറിനെ വൈഫൈൻ്റെ പാസ്വേഡിലോ വൈഫൈയിലോ സെറ്റിങ്സിൽ എന്തെങ്കിലും മാറ്റം ഉള്ളതുകൊണ്ടാണ് അത് കണക്റ്റ് ആവാതിരിക്കുക. അല്ലാതെ ഒരിക്കലും കണക്റ്റ് ആവാതിരിക്കില്ല. അപ്പോൾ ഈ വന്നത് നമുക്ക് ഇതാണ് ക്ലൗഡിൻ്റെ ആണ്, ക്ലൗഡ് സ്റ്റോറേജ്. ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമുക്ക് മെമ്മറി കാർഡിലല്ലാതെ ഇത് ക്ലൗഡിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിന് പേയ്മെൻറ്റ് വേണ്ടി വരും. അത് എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഇല്ലെങ്കിൽ ഗെറ്റ് ഇറ്റ് ഫോർ ഫ്രീ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ചിലപ്പം ഫ്രീ ഉണ്ടാവും. അത് ട്രൈ ചെയ്ത് നോക്കുക. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കൊടുത്തിട്ട് വാങ്ങാം. ചെറിയ പൈസ ഉണ്ടാവും. ക്ലൗഡിലാവുമ്പോൾ ആരെങ്കിലും ഫോണ് ക്യാമറ എടുത്തു കൊണ്ടുപോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ സ്റ്റോറേജ് ക്ലൗഡിൽ ഉണ്ടാവും. നോട്ട് നൗ അടിക്കുക. ഞാൻ നോട്ട് നൗ അടിച്ച് ഓഫീസ് 750 എന്നും പറഞ്ഞിട്ട് ഞാൻ ക്യാമറ ആഡ് ചെയ്യുന്നത് ഓഫീസ് 750. എന്നിട്ട് നമ്മൾ വ്യൂ ഡിവൈസ് അടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഡിവൈസ് ഓണായി. ഇത്രയേ ഉള്ളൂ ആഡ് ചെയ്യാൻ. ഇത് വൈഫൈയിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ വൈഫൈക്ക് പകരം എന്ത് ചെയ്യണം, നിങ്ങൾ ഫോണിൽ ഹോട്ട്സ്പോട്ട് ഇടുകയാണെങ്കിൽ ഒരു ഹോട്ട്സ്പോട്ട് ഇട്ടിട്ട് ആ വൈഫൈ നമ്മൾ ഈ വൈഫൈ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഹോട്ട്സ്പോട്ടിൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്താലും കിട്ടും. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മൊബൈലിൻ്റെ ഇതിൻ്റെ അടുത്തുനിന്ന് ക്യാമറ ഓൺ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് വരുന്നത്. പിന്നെ ഇതിൽ വരുന്നത് ഇതെങ്ങനെയാണ്, ഇതിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങൾ അതൊക്കെ നമ്മൾ കണ്ടതാണ്, ഓൾറെഡി ചെയ്തതാണ്. പിന്നെ ഇതിൽ വരുന്നത് ഇപ്പോൾ കാണാം, SD ഉണ്ട്, HD ഉണ്ട്. SD ക്ലിക്ക് ചെയ്ത് HD ആക്കി കഴിഞ്ഞാൽ ക്വാളിറ്റി കൂടി, കണ്ടോ ഇവിടെ എഴുതിയതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ HD ആക്കി കഴിഞ്ഞാൽ ക്വാളിറ്റി കൂടി. പിന്നെ ഇവിടെ ഒരു സൗണ്ടിൻ്റെ ഒരു സ്പീക്കറിൻ്റെ ഇതുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഇങ്ങോട്ട് കേൾക്കും.
നമ്മൾ അവിടെ ക്യാമറ ഉള്ള സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നത് ഇങ്ങോട്ട് കേൾക്കും. ഇനി നമുക്ക് അങ്ങോട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതാ സ്പീക്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഹലോ, അപ്പം അങ്ങോട്ടും കേൾക്കും. അപ്പം അവിടെ നിന്ന് സംസാരിക്കുന്ന ഇങ്ങോട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇത് ചെയ്യണം. അതായത് വൺ വേ ടു വേ സ്പീക്ക് ആണെങ്കിലും നമ്മൾ ആദ്യം സംസാരിച്ചിട്ട് പിന്നെ അവർ സംസാരിക്കുന്നത് നമുക്ക് നമ്മളുടെ ഫോണിൽ കിട്ടും. ഇത് പ്രസ് ചെയ്ത് പിടിച്ചാൽ അവരിങ്ങോട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്നത് അവർക്ക് കേൾക്കാൻ പറ്റും. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അവരിങ്ങോട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്കും കേൾക്കാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് വരുന്നത്. അത് പ്രസ് ചെയ്ത് ഹലോ എന്ന് ചോദിച്ച് ഹലോ അപ്പം അവർ സംസാരിക്കുന്നത് ഇങ്ങോട്ടും കേൾക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ആ ടു വേ സ്പീക്കിൻ്റെത്. പിന്നെ അത് മോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ സെറ്റിങ്സുകളുണ്ട്. അതിൽ മോഷൻ ട്രാക്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോഷൻ ട്രാക്ക് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മോഷൻ ട്രാക്ക് പൊസിഷനും ഓൺ ചെയ്യണം. അതായത് ഈ പൊസിഷൻ നമുക്ക് എവിടെയാണോ വേണ്ടത്. കാരണം മോഷൻ ട്രാക്കിൻ്റെ ഞാൻ കാണിച്ചു തരാം. മോഷൻ ട്രാക്ക് നമ്മളിപ്പോൾ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഓഫാണ്. ഇപ്പോൾ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ എങ്ങോട്ടാണോ മോഷൻ അങ്ങോട്ട് ഇങ്ങനെ ക്യാമറ കറങ്ങും. അപ്പം നമ്മൾ ഈ പൊസിഷൻ എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ തിരിച്ച് വരേണ്ട പൊസിഷൻ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ക്യാമറ എങ്ങോട്ടാണോ നിൽക്കുന്നത് അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, ഈ പൊസിഷൻ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ക്യാമറ അഥവാ മോഷൻ ട്രാക്ക് ആയി കഴിഞ്ഞാലും ക്യാമറ തിരിഞ്ഞിട്ട് അതേ പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കും. അല്ലെങ്കിൽ മോഷൻ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിൽക്കും. പിന്നെ ക്യാമറ ഈ ഭാഗത്തേക്ക് വിസിബിലിറ്റി ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്കാണോ ക്യാമറ വേണ്ടത് ആ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, പൊസിഷൻ റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ മോഷൻ ട്രാക്കിൻ്റെ പൊസിഷനും കൂടി ഗാർഡ് പൊസിഷന് ഓൺ ചെയ്ത് കൊടുക്കുക. അത് എവിടെയാണെന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത്രയുമാണ് ഇതിലുള്ള ഫീച്ചേഴ്സുകൾ വരുന്നത്. അത്രയല്ല, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. കാര്യമായിട്ട് അതൊക്കെയാണ് വേണ്ടത്. പിന്നെ ലൈറ്റ് നമ്മൾ ഓട്ടോയിലിട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഡാർക്ക് ആവുന്ന സമയത്ത് ലൈറ്റ് തെളിയും. ആൾക്കാർ വരുന്ന സമയത്ത്, മോഷൻ വരുന്ന സമയത്ത് ലൈറ്റ് തെളിയും. പിന്നെ ഇത് ഓൺ ചെയ്യാൻ നമുക്ക് ലൈറ്റ് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഓൺ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് തെളിയും. പിന്നെ ഓട്ടോയിലിട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്ത് വെക്കുമ്പോൾ നൈറ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓട്ടോയിലിട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നൈറ്റിൽ കളറായിട്ട് തന്നെ കിട്ടും. പിന്നെ വരുന്നത് ഇതിൽ അലാറാണ്. അലാറം ആൾ വരുന്ന സമയത്ത് നമുക്ക് അലാറം സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ സെറ്റിങ്സിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് പിന്നെ വരുന്നത് മോഷൻ ട്രാക്ക് പറഞ്ഞു, ലൈറ്റ് കൺട്രോൾ പറഞ്ഞു, പ്രീസെറ്റ് ചെയ്യുന്നതാണ്. ഇമേജ് സെറ്റിങ്സ് ഓട്ടോയിൽ കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ മോഷൻ വരുന്ന സമയത്ത് രാത്രിയിൽ ലൈറ്റ് ഓൺ ആയിക്കോളും. അങ്ങനെ ആകുമ്പോൾ കളറിൽ കിട്ടും. ആ സമയത്ത് ഫുൾ കളർ കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ രാത്രി ഫുൾ ടൈം ലൈറ്റ് തെളിയും. എന്നിട്ട് ലൈറ്റ് അവിടെ ഇപ്പോൾ നിലവിൽ ലൈറ്റ് ഇല്ലെങ്കിൽ ഫുൾ കളർ കൊടുത്താൽ ലൈറ്റ് തെളിയും. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ നൈറ്റിൽ എന്തായിരിക്കും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. ലൈറ്റ് ഇത് സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഫുൾ കളർ കൊടുത്തു. പിന്നെ നമുക്ക് ഈ PTZ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ക്യാമറ തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഏത് പൊസിഷനിലേക്കാണോ വേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാമറ തിരിച്ചു വെക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് പൊസിഷന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. പിന്നെ വരുന്നത് പ്ലേ ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷന്. പ്ലേ ബാക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു സ്റ്റോറേജ്, പിന്നെ ക്ലൗഡ് സ്റ്റോറേജ് ആക്ടിവേറ്റ് എന്നൊക്കെ കാണിക്കും. അതിൻ്റെ നേരെ തൊട്ടിപ്പുറത്ത് മൈക്രോ SD എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിലായിരിക്കും നിങ്ങളുടെ റെക്കോർഡിംഗ് എല്ലാം വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബാർ ഉണ്ടാവും. ഇതിൽ മെമ്മറി കാർഡ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് തലേ ദിവസത്ത് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടുഡേ ആണ്. ഡേറ്റ് സെലക്ട് ചെയ്യുക, കൺഫേം അടിക്കുക. അപ്പോൾ ഇവിടെ തന്നെ എന്ത് ചെയ്യും, ബാർ ഉണ്ടാവും. അത് നമുക്ക് എവിടെയാണോ സമയം എന്ന് പറഞ്ഞാൽ ആ സമയത്തേക്ക് നമുക്ക് നീക്കി വെക്കാൻ പറ്റും. ഇതിൽ മെമ്മറി കാർഡ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഓപ്ഷൻ കാണാത്തത്. പിന്നെ ലൈറ്റ് കൺട്രോൾ, AI ഇവൻറ്റ് സെറ്റിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പെയ്ഡ് ഓപ്ഷനാണ്. നമുക്ക് ഒരുപാട് AI ഫീച്ചേഴ്സൊക്കെ ഉണ്ട് ഇതിൽ. അതിലേക്കൊന്നും പോകാത്തതാണ് നല്ലത്. കാരണം അത് 0.00.1
ഒരു മാസമോ ഒരു ഒരു സെൻറ്റോ കണ്ട ചെറിയ പൈസയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ AI ഡിറ്റക്ഷൻ കാറ് വന്നാൽ നിങ്ങൾക്ക് അലേർട്ട് ഉണ്ടാവും. അല്ലാതെ നോർമലായിട്ടുള്ള മോശം വരുമ്പോൾ അലേർട്ട് നിങ്ങൾക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അലേർട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അത് മതിയാവും. പിന്നെ പട്ടി വന്നാൽ വേറെ, ബോക്സ് പോയാൽ വേറെ, അല്ലെങ്കിൽ കാറ് വന്നാൽ വേറെ, അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ സെറ്റ് ചെയ്യാം. ഞാൻ ഒന്നും പറയുന്നില്ല, പ്രിഫർ ചെയ്യുന്നില്ല. നിങ്ങൾ ഇത് മിനിമലായിട്ടുള്ള ക്യാമറയുടെ യൂസേജ് ചെയ്യാന്നല്ലാതെ കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കാത്തതാണ് നല്ലത്. കാരണം നമ്മൾ അത്ര റേഞ്ചിലെ ക്യാമറ വരുന്നുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്ക് ക്യാമറയുടെ കാര്യങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാത്തതല്ല, നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് മാത്രം യൂസ് ചെയ്യുക. അപ്പം കൂടുതൽ ഫീച്ചേഴ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അലാറം ഞാൻ പറഞ്ഞു തന്നു. ഇമേജ് സെറ്റിങ്സ് ഫുൾ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതും പറഞ്ഞു. പിന്നെ നമുക്കിതിൽ കാര്യമായിട്ട് സെറ്റിങ്സ് വരുന്നത്, ഇതിപ്പം റെക്കോർഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് വലുതാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഇത് ഇവിടെ നിന്ന് തന്നെ നീക്കാം. ഇങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോകും ക്യാമറ. നീക്കുമ്പോൾ ഇങ്ങനെ ക്യാമറ സ്ക്രോൾ ചെയ്താൽ തന്നെ ക്യാമറ മാറും. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് HD കാണാം, SD കാണാം. HD നല്ല ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ സൗണ്ട് കേൾക്കാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, അവിടെ പറയുന്നത് നമുക്ക് കേൾക്കാം. പിന്നെ ഇതിൽ നമുക്ക് റെക്കോർഡ് ചെയ്യണം. ഈ സമയം ഇങ്ങനെ ഇതിൽ SD കാർഡൊന്നും ഇല്ല, എനിക്ക് ഈ സമയം റെക്കോർഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഓണാക്കിയിട്ടാൽ മൊബൈലിലേക്ക് റെക്കോർഡാവും. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, മൊബൈലിലേക്ക് റെക്കോർഡാവും. SD കാർഡ് വേണമെന്നില്ല, മൊബൈലിലേക്ക് റെക്കോർഡാവും. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ മൊബൈലിൽ വേറൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ റെക്കോർഡ് പോവും, അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റോറേജ് ഫുള്ളാവും. ഒക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പം വേണ്ട സമയമാകുമ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ റെക്കോർഡ് സേവ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ നമുക്ക് കാണാം, റെക്കോർഡ് ഗാലറിയിൽ തന്നെ കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് വരുന്നത് പ്ലേ ബാക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ, സെറ്റിങ്സിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞുതരാം. സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക്, അതായത് വൈഫൈ നെറ്റ്വർക്ക് നമുക്ക് ഇവിടെ നിന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം. വൈഫൈ നെറ്റ്വർക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം. അതോടൊപ്പം തന്നെ ഫേംവെയർ വെർഷൻ, അലാറം സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ അലാറം ഓൺ ചെയ്യുക. അലാറം ഓൺ ചെയ്യുമ്പോൾ ഒരുപാട് മോഷൻ ഡിറ്റക്ഷൻ അലാറം ഓണായി. അപ്പോൾ അലാറം പീരീഡ് വേണമെങ്കിൽ, അപ്പം രാത്രി മാത്രം ആൾക്കാർ വരുമ്പോൾ സൗണ്ട് ഉണ്ടായാൽ മതി, അല്ല അലാറം അടിഞ്ഞാൽ മതി എന്നെങ്കിൽ നൈറ്റ് മാത്രം സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ടൈം സെറ്റിങ്സ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഫുൾ ഡേ വേണമെങ്കിൽ ഫുൾ ഡേ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അലാറം ഏരിയ സെലക്ട് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ഏരിയ മാത്രം വേണമെങ്കിൽ സെലക്ട് ചെയ്യുക. ഇവിടെ മാത്രം ആൾ വരുമ്പോൾ അലാറം അടിഞ്ഞാൽ മതി, അപ്പോൾ അവിടെ മാത്രം സെലക്ട് ചെയ്യുക. അങ്ങനെ ഉള്ള കാര്യങ്ങൾ അതിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അലാറം ഏരിയ, അലാറം പീരീഡ് എല്ലാം സെലക്ട് ചെയ്തു. അപ്പോൾ ഇനി എന്താവും, മോഷൻ ഉണ്ടാകുന്ന സമയത്ത് അലാറം അടിഞ്ഞോളും. അങ്ങനെയുള്ള ഓപ്ഷൻസുകളൊക്കെ ഉണ്ട് അതിൽ. അപ്പം പരമാവധി ഈ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്, പരമാവധി കൂടുതൽ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാത്തതാണ് എപ്പോഴും നല്ലത്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്യുക. ചെറിയൊരു വിലയുടെ ക്യാമറ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ജോലി കൊടുക്കാത്തതാണ് നല്ലത്. മോഷൻ ട്രാക്കിംഗ് ഒക്കെ ഓഫാക്കിയിടുന്നതാണ് എപ്പോഴും നല്ലത്. പ്രത്യേകിച്ച് നിങ്ങൾ ഇത് ഒരു ഇൻഡോർ ക്യാമറയാണ്, നിങ്ങൾ പൊടിയോ വെയിലോ ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് വെക്കുമ്പോൾ ഈ കറക്കം ഒക്കെ കുറേ കഴിയുമ്പോൾ നിൽക്കാനുള്ള സാധ്യതയുണ്ട്, കാരണം പൊടി കയറിയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ക്ലാരിറ്റിയിലോ. പിന്നെ വേറെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ പവറിൻ്റെ ഓപ്ഷനാണ്. പവർ കറക്റ്റായിരിക്കണം. പവർ റെഡി അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, സാധ്യത ഉണ്ടാവാറുണ്ട്. അങ്ങനെ മാത്രമേ കംപ്ലൈൻറ്റുകൾ വരാറുള്ളൂ. പവറിൻ്റെ വിഷയം കണ്ട് മാത്രമാണ് ഇപ്പം കംപ്ലൈൻറ്റ് വരാറുള്ളത്. ക്യാമറയ്ക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. അപ്പോൾ ഇത്രയുമാണ് ക്യാമറയെക്കുറിച്ച് പറയാനുള്ളത്. ഇതിപ്പം നമ്മൾ വൈഫൈ വഴി നമ്മൾ ലോകത്ത് എവിടെ നിന്നും ഈ ഓപ്ഷൻസൊക്കെ യൂസ് ചെയ്യാം. വൈഫൈ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹോട്ട്സ്പോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതല്ല, വൈഫൈ ഇല്ല, നിങ്ങളെ വൈഫൈ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വൈഫൈ ഇല്ലാതെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ക്യാമറയുടെ അടുത്താണ് നമ്മൾ, ക്യാമറയുടെ അടുത്തായിരിക്കണം നമ്മൾ. ഒരു 10-30 മീറ്ററിൻ്റെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് അവിടെയുള്ള കാര്യങ്ങൾ ഒക്കെ വ്യൂ ചെയ്യാം, തലേ ദിവസത്തത് കാണാം, എല്ലാം ചെയ്യാം. മെമ്മറി കാർഡ് ഇടുക. വൈഫൈ ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാൻ പറ്റും.
അതെങ്ങനെയാണെന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് റീസെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ക്യാമറ എന്ത് ചെയ്യുക, ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാനും റീസെറ്റ് ചെയ്യാനും. ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ എന്ത് ചെയ്യുക, ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, ഷെയർ അടിക്കുക. ഷെയർ അടിക്കുമ്പോൾ ഒന്നുകിൽ അപ്പം തന്നെ QR കോഡ് കാണിക്കും, അല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു വിൻഡോ വരും. രണ്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുക, ഷെയർ കോണ്ടാക്റ്റ് അടിക്കുക. എന്നിട്ട് നമുക്ക് അക്കൗണ്ട് റിക്വയർഡ്, അതായത് ആ മെയിൽ ID അടിച്ചു കൊടുക്കുക. ഏതാണോ മെയിൽ ID നമുക്ക് റെക്കോർഡ് ചെയ്യുന്നത് കൊടുക്കേണ്ടത്, ആ മെയിൽ ID ഇവിടെ അടിച്ചു കൊടുക്കുക. ഷെയർ വിത്ത് കോണ്ടാക്ട്സ്. അപ്പോൾ ഇതിൽ പെർമിഷൻ ചോദിക്കും. പെർമിഷന് നമുക്കിത് എന്ത് ചെയ്യുക, വ്യൂ ഓൺലി ആണെങ്കിൽ കാണാൻ മാത്രമേ പറ്റൂ. കൺട്രോൾ അലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൺട്രോൾ അലോഡ് എന്ന് പറഞ്ഞാൽ ഏബിൾ ടു കൺട്രോൾ ഓൾ, എത്രയൊക്കെയാണോ കൺട്രോൾ നമുക്ക് കൊടുക്കേണ്ടത് അതിൻ്റെ റോള് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റൂ. മൈക്രോ SD പ്ലേ ബാക്ക്, റിമോട്ട് സെറ്റിങ്, ഇൻ്റർകോം ഓഡിയോ, ഈവൻസ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യുക, കൊടുക്കുന്ന ആൾക്ക്, നമ്മൾ ഷെയർ ചെയ്യുന്ന ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നും സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ കണ്ടാൽ മാത്രം മതിയെങ്കിൽ വ്യൂ ഓൺലി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ അടിക്കുക. ഷെയർ സക്സസ്ഫുള്ളി. ഇത് ഇനി ആ ഡിവൈസിൽ ഓൺ ചെയ്തിട്ട് ഇത് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഇവിടെ ആക്സെപ്റ്റഡ് എന്ന് കാണിക്കുള്ളൂ. അപ്പോൾ ഇനി വേണമെങ്കിൽ ഇനിയും നമുക്ക് കോണ്ടാക്റ്റിൽ ഷെയർ ചെയ്യാം. 2 തരത്തിൽ ചെയ്യാം. ഈ ചില ഇതിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഷൻസിനനുസരിച്ചാണ്. ചിലതിൽ എന്ത് ചെയ്യും, ഷെയർ എന്ന് കാണിക്കുമ്പോൾ തന്നെ അവിടെ QR കോഡ് ഉണ്ടാവും. ആ QR കോഡ് നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യേണ്ട ഫോണിൽ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഈ ക്യാമറ ആഡ് ചെയ്ത പോലെ ഇതിൽ ക്യാമറ എടുക്കുക. നമുക്ക് ഇത് ജസ്റ്റ് ആഡ് ക്യാമറ അടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ QR കോഡ് അടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ആ ഷെയർ ചെയ്യേണ്ട ഡിവൈസിലും ആഡായി. അത്രയേ ഉള്ളൂ ഷെയർ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് എന്തെങ്കിലും റീസെറ്റ് ചെയ്യേണ്ട ആവശ്യവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം, ഒന്ന് ഈ സംഭവം ഇതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡിലീറ്റ് അടിക്കുക. ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ഓപ്ഷൻ അടിക്കുക, കൺഫേം അടിക്കുക, ഡിലീറ്റായി. ഇപ്പോൾ ഈ ഡിവൈസിൽ നിന്ന് പോയി. ഇനി റീസെറ്റായി, ക്യാമറ റീസെറ്റായി. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് റീസെറ്റ് ചെയ്യും വേണം. റീസെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ക്യാമറ ഓൺ ആവുന്ന സമയത്ത് ഇപ്പോൾ റീസെറ്റായി ക്യാമറ. ഇപ്പോൾ റീസെറ്റായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലോക്കലി എങ്ങനെ വ്യൂ ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. നമുക്കിനി ഇൻ്റർനെറ്റ് ഇല്ലാതെ എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫൈ എനേബിൾ ചെയ്യുക. വൈഫൈ ഓൺ ആക്കിയിട്ട്, വൈഫൈ ഓൺ ആക്കുമ്പം ഈ ക്യാമറക്ക് ഒരു ഹോട്ട്സ്പോട്ട് ഉണ്ടാവും, അതിവിടെ കാണിക്കും. HSC എന്ന് പറഞ്ഞ് അങ്ങനെയുള്ളതായിരിക്കും, അത് പാസ്വേഡ് ഒന്നും ഉണ്ടാവില്ല. അതിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഹോട്ട്സ്പോട്ട് കണക്റ്റഡ് എന്നും പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഹോട്ട്സ്പോട്ട് നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ആപ്പിലേക്ക് പോവുക. ആപ്പിൽ പോയി കഴിഞ്ഞാൽ ആപ്പ് ലോഗിൻ ചെയ്തു. നിയർ ബൈ ഡിവൈസസ് കാണിക്കുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ആഡ് ക്യാമറ കൊടുക്കുക. ആഡ് ക്യാമറ കൊടുത്തിട്ട് ഇത് ആഡ് ക്യാമറ ഇതിൽ തന്നെ കൊടുത്തു. ആഡ് ക്യാമറ ഇത് നമ്മൾ ക്യാമറ ആഡ് ചെയ്ത സമയത്ത് അത് ക്ലിക്ക് ചെയ്ത സമയത്ത് 2 ഓപ്ഷൻ വരും. ഒന്ന് ലോക്കൽ നെറ്റ്വർക്ക് മോഡ്, ഒന്ന് ഇൻ്റർനെറ്റ് മോഡ്. അപ്പോൾ നമ്മൾ ലോക്കൽ നെറ്റ്വർക്ക് മോഡിൽ സെലക്ട് ചെയ്യുക. നമുക്ക് പാസ്വേഡ് ഇതിൽ തന്നെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും PWD എന്നുണ്ടാവും. ഈ പാസ്വേഡാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇതിൽ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആ പാസ്വേഡ് നോക്കിയിട്ട് ഇതിൽ അടിച്ചു കൊടുക്കുക. ഒന്ന് ക്യാപ്സിലുള്ളത് ക്യാപ്സിൽ തന്നെ കൊടുക്കുക, സ്മോൾ ലെറ്ററിലുള്ളത് സ്മോൾ ലെറ്ററിൽ തന്നെ കൊടുക്കുക. ഇതിലെങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു പാസ്വേഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു പുതിയ പാസ്വേഡ് കൊടുക്കുക. ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ടുള്ള പാസ്വേഡ് നമ്മൾ കൊടുത്തു, അത് ഓക്കെ ആയി. ഇനി നമ്മുടെ ഒരു പുതിയ പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് നമ്മൾ കൊടുത്തു.
പാസ്വേഡ് കൊടുത്തു കൺഫേം അടിക്കുക. പാസ്വേഡ് വേണമെങ്കിൽ സേവ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഇത് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് മാക്സിമം എല്ലാ ഫീച്ചേഴ്സും കൂടുതൽ ലോക്കലി വരുമ്പോൾ നമുക്ക് ഫീച്ചേഴ്സുകളൊക്കെ യൂസ് ചെയ്യാം. സംസാരിക്കുന്നതും നമ്മൾ മുമ്പ് പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും എസ് ഡി ഉള്ളത് HD ആക്കാം. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള റെക്കോർഡിങ്, സ്പീക്ക്, സംസാരിക്കുന്നത്, അങ്ങനെയെല്ലാം നമുക്ക് ഇതിലും യൂസ് ചെയ്യാം. ഇത് നമുക്ക് സ്റ്റാൻഡ് അലോണായിട്ട് ഒരു ക്യാമറ വൈഫൈ ഇല്ലാത്തവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മൊബൈലിൽ നമുക്ക് അപ്പം തന്നെ അവിടുന്ന് അതേ ലൊക്കേഷനിൽ തന്നെ നമുക്ക് മൊബൈലിൽ കാണാൻ പറ്റും. അതിപ്പോൾ തലേ ദിവസത്തെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്ലേ ബാക്കിലേക്ക് പോയിട്ട് നോക്കിയാൽ മതി. തലേ ദിവസത്തെയോ ഏതാ ദിവസത്തെയെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഏത് സമയത്താണെന്ന് വെച്ചാൽ നമുക്ക് ആ സമയത്തത് നോക്കണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. ഈ വ്യൂ നമുക്ക് അവിടെ നിയർ ബൈ ആണെങ്കിൽ നമുക്ക് അവിടെ കിട്ടും. ഇപ്പോൾ ക്യാമറയുടെ അടുത്താണെങ്കിൽ ആ വീട്ടിലൊക്കെ വെച്ച മൊബൈലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വൈഫൈ ഇല്ലാതെയും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ 2 തരത്തിൽ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഒരുപാട് സംശയങ്ങൾ നമ്മളോട് ചോദിച്ചതിനുള്ള ഒരു മറുപടി വീഡിയോ കൂടിയാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരും ഇത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ്റുന്നതും കൂടുതൽ പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും കോൺഫിഗറേഷൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ പറ്റുന്നതൊരു ടെക്നീഷ്യനെ വിളിച്ചിട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ഇവിടെ നിന്നുപോയി അവിടെ നിന്നുപോയി എന്ന് പറഞ്ഞിട്ട് നമ്മളടുത്തേക്ക് വിളിച്ച് കഴിയുമ്പോൾ നമുക്കത് ഫോണിൽ കൂടെ ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ യൂസ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുക. ആദ്യമായിട്ട് ചെയ്യുമ്പോഴൊക്കെ ചില ഇഷ്യൂസൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് 1-2 കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ചെറിയ കാര്യത്തിന് പോലും ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. നമുക്ക് മെമ്മറി കാർഡ് എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം. മെമ്മറി കാർഡ് ഇടാൻ ശരിക്കും വേണ്ടിയിട്ട് മെമ്മറി കാർഡിന് 2 ഈ ഒരു ഏരിയ, അതായത് കണക്ടിവിറ്റി വരുന്ന ഏരിയ, ഈ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഈ ഒരു ഏരിയ, ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഒരു മെറ്റലിൻ്റെ സൈഡ് കാണാം മുകൾ ഭാഗത്തായിട്ട്. ആ ഭാഗം മുകളിലേക്കായിട്ട് വരണം. അതായത് ഈ കണക്ഷൻ ഉണ്ടാവണം ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു ചിപ്പ് വരുന്ന സ്ഥലത്ത് നേരെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ വരണം. അതങ്ങനെയാണ് ഇടേണ്ടത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു പ്രസ്സും കൂടിയും ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളാണ്. ഈ ഒരു ഭാഗം, ഈ കണക്ഷൻ വരുന്ന ഈ ഒരു ഭാഗം, അതായത് ഇതിൻ്റെ മേലെ മെറ്റൽ ഒരു ഇത് വരുന്നുണ്ട്, ഒരു ടിപ്പ് വരുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇടുക. അതായത് ഇവിടെ പ്ലാസ്റ്റിക് ഇത് കാണാം, ഇതിന് താഴെയായിട്ട് ഇങ്ങനെ കൊടുക്കുക നേരെ. അപ്പോൾ ഓക്കെ. ഇനി അതിൽ നമ്മൾ ഓൺ ചെയ്തിട്ട് ഒരു കാര്യം കൂടിയും ചെയ്യാം. ഓൺ ചെയ്തിട്ട് Camera is started. Please wait. Connecting. Network connected. എടുത്തോ, എടുത്തല്ലേ? എങ്ങനെ പിടിച്ചാൽ പോരെ? ഇത് നമ്മൾ ഇതിൽ മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് രണ്ടാമത് എടുക്കാം, ഒന്ന് ഇതാക്കിക്കുക. ഓണാ. അപ്പോൾ മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചില സമയത്ത് ഇങ്ങനെ ഫോർമാറ്റ് എന്നും പറഞ്ഞിട്ട് കാണിക്കും. ഒരു പോപ്പപ്പ് വിൻഡോ വരും. അപ്പോൾ അവിടെ ഫോർമാറ്റ് ചെയ്യുക. ഇങ്ങനെ ഫോർമാറ്റ് ചെയ്താലും മതി. ഇനി അതല്ല, അത് കാണിച്ചിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോംപ്റ്റ് വന്നു. അത് ഫോർമാറ്റിംഗ് നടന്നുകൊണ്ടിരിക്കും. ഫോർമാറ്റിംഗ് കംപ്ലീറ്റഡ്. ഇനി അതല്ലെങ്കിൽ നമ്മൾ മെമ്മറി കാർഡിൽ എന്തെങ്കിലും റെക്കോർഡിങ് ഇഷ്യൂസൊക്കെ വരുവാണെങ്കിലും നമ്മൾ ഇതിൽ പോവുക, സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് റെക്കോർഡിംഗ് സെറ്റിങ്സ് ഇതിൽ പോവുക. റിമൈനിങ് സ്റ്റോറേജ് ഇതിൽ കാണിക്കുന്നുണ്ട്. മെമ്മറി കാർഡ് ഓക്കെ ആണ്. HD ക്വാളിറ്റിയിലാണ് മെമ്മറി കാർഡ് ലേക്ക് റെക്കോർഡാവുന്നത്. വേണേൽ SD ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ദിവസം അധികം കിട്ടും. പിന്നെ ഇതിൽ ഈവൻ്റ് റെക്കോർഡിങ്ങോ കണ്ടിന്യൂസ് റെക്കോർഡിങ്
ഈ കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ഒഴിവാക്കിയിട്ട് ഈവൻ്റ് റെക്കോർഡിംഗ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ, അതായത് ഇപ്പോൾ കിട്ടുന്നതിൻ്റെ ചിലപ്പോൾ ഇതൊരു 10 ദിവസമാണ് കിട്ടുന്നതെങ്കിൽ മറ്റേതൊരു 40-50 ദിവസം കിട്ടും. ഈവൻ്റ് എന്ന് പറയുമ്പോൾ ആ ഈവൻ്റ് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മോഷൻ ഉണ്ടാകുന്ന സമയത്ത്, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ആൾ വരുമ്പോഴൊക്കെ മാത്രമേ റെക്കോർഡാവും. അപ്പോൾ ഇതിൽ കണ്ടിന്യൂസ് റെക്കോർഡിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫോർമാറ്റ് SD കാർഡ് അടിക്കുക. ഈ ഫോർമാറ്റ് SD കാർഡ് അടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഫോർമാറ്റ് ആവും. ഫോർമാറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കത് പിന്നെ ഓക്കെ അത്രേ വരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഫോർമാറ്റ് കംപ്ലീറ്റഡ് ആയി. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് പ്ലേ ബാക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലേ ബാക്ക് എടുക്കുക, ടുഡേ ക്ലിക്ക് ചെയ്യുക. ഇതിൽ മെമ്മറി കാർഡിൻ്റെ SD കാർഡിലേക്ക് വരിക. അതിലിപ്പോൾ റെക്കോർഡിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക, ആവശ്യമുള്ള ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടൈം ലൈൻ ഉണ്ടാവും, ടൈം ലൈന് നോക്കിയിട്ട് ചെയ്താൽ മതി. റെഡിയല്ലേ? ഇനി എന്തോ